വിശദമായി പരിശോധിച്ചാൽ ADGP MR അജിത് കുമാറിനെ കൈവിടാതെ സംസ്ഥാന സർക്കാർ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭായോഗം അംഗീകരിച്ചു. സുരേഷ് രാജ് പുരോഹിതിനും DGPയായി സ്ഥാനക്കയറ്റം നൽകി. 1995 ബാച്ചിലെ ഉദ്യോഗസ്ഥർക്ക് DGP റാങ്ക് നൽകുന്നതിനായാണ് അംഗീകാരം ലഭിച്ചത്. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, ത്രിതല അന്വേഷണം ഉൾപ്പെടെ MR അജിത് കുമാറിനെതിരെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് ഇപ്പോൾ ഈ സ്ഥാനക്കയറ്റവും മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ അന്വേഷണം ഒന്നും ഈ സ്ഥാനക്കയറ്റത്തിന് തടസ്സമാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ 4-അംഗ സമിതി അവർ ഇത് പരിശോധിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ADGP MR അജിത് കുമാറിന് ഈ സ്ഥാനക്കയറ്റം നൽകുന്നതിന് തടസ്സമില്ല എന്ന ചീഫ് സെക്രട്ടറിയുടെ പരിശോധനാ റിപ്പോർട്ട് കൂടിയുണ്ട്. കാരണം നിലവിൽ ത്രിതല അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ADGP MR അജിത് കുമാറിനെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ സ്ഥാനക്കയറ്റം തടയാൻ കഴിയില്ല എന്ന വിലയിരുത്തലാണ്. ഏതായാലും ഈ 4-അംഗ സ്ക്രീനിംഗ് കമ്മിറ്റി, അതിൽ ചീഫ് സെക്രട്ടറി, DGP, വിജിലൻസ് ഡയറക്ടർ, ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ്. അവർ വിശദമായി ഇക്കാര്യം പരിശോധിച്ചു. അതിനുശേഷം മാത്രമാണ് ഇത്തരത്തിൽ പ്രൊമോഷൻ നൽകാൻ, സ്ഥാനക്കയറ്റം നൽകാനുള്ള, DGPയെ സ്ഥാനക്കയറ്റം നൽകാനുള്ള ആ പട്ടികയിലേക്ക് MR അജിത് കുമാറിന് ഇടം ലഭിച്ചതും. ഏതായാലും വിജിലൻസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. അങ്ങനെയുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങൾ വിജിലൻസ് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിശദാംശങ്ങൾ കൈമാറിയെന്നാണ് MR അജിത് കുമാർ വിശദീകരിക്കുന്നത്. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ DGP ഈ സ്ഥാനക്കയറ്റം നൽകുന്നതിന് പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകി ശുപാർശ നൽകിയ വിഷയത്തിൽ ഈ പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കും. കാരണം നേരത്തെ തന്നെ പ്രതിപക്ഷം പ്രധാന ആരോപണം ഉന്നയിച്ചത് ADGP MR അജിത് കുമാറിന് സർക്കാർ സംരക്ഷണം നൽകുന്നു എന്നാണ്. ഈ തൃശ്ശൂർ പൂരം കലക്കിയതിലടക്കം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ADGP അങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം, മന്ത്രിസഭാ തീരുമാനം, വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും വഴിയൊരുക്കുമെന്ന കാര്യത്തിലും സംശയവുമില്ല. MR അജിത് കുമാറിനൊപ്പം ഈ പട്ടികയിൽ DGP പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിന് സുരേഷ് രാജ് പുരോഹിത്, അതിനു പുറമെ DIG IG സ്ഥാനക്കയറ്റത്തിലുള്ള പട്ടികയും മന്ത്രിസഭ സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയ ആ പട്ടികയ്ക്കും മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. റോഷിപാൽ, ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകുന്നതിലൂടെ പാർട്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ MR അജിത് കുമാറിന് സംരക്ഷണം നൽകുന്നു എന്നുള്ള വാദം തന്നെ പ്രതിപക്ഷം ഇനി ഉയർത്തിക്കൊണ്ടുവരാൻ വലിയൊരു പ്രതിഷേധത്തിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നില്ലേ? സ്വാഭാവികമാണ്. കാരണം തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചതാണ് ADGP MR അജിത് കുമാറിനെതിരെ. പിന്നീട് തിരുവനന്തപുരത്ത് നടന്ന ഈ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. പ്രത്യേകിച്ച് അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എന്തിനാണ് സ്ഥാനക്കയറ്റത്തിന് തീരുമാനമെടുക്കുന്ന അനുമതി സർക്കാർ നൽകിയത്, മന്ത്രിസഭ അനുമതി നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുക. അങ്ങനെ നീക്കം പ്രതിപക്ഷത്തിന് ഭാഗത്തുണ്ട്. പക്ഷേ മന്ത്രി P രാജീവ്, നിയമമന്ത്രിയുടെ അല്പസമയമുള്ള വിശദീകരണം, ഇത് മാനദണ്ഡ പ്രകാരമാണ്. ഒരു തരത്തിലും ഈ സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മമതയോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. സ്ഥാനക്കയറ്റം തടയുകയുമില്ല. അത് മാനദണ്ഡ പ്രകാരം തന്നെ അത് മുന്നോട്ട് പോകും എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് മന്ത്രി P രാജീവ് പറയുന്നത്. അതായത് നിലവിലെ മാനദണ്ഡ പ്രകാരം ADGP MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകുന്നതിൽ തടസ്സമില്ല എന്നതാണ്. ഏതായാലും ജൂൺ മാസത്തിലാണ് ഒഴിവ് വരുന്നത്, DGP പദവിയിലേക്കുള്ള ഒഴിവ്. ആ ഒഴിവ് വരുമ്പോൾ സ്വാഭാവികമായും DGP പദവിയിലേക്ക് MR അജിത് കുമാർ എത്തും. അതിന് അപ്പുറത്തേക്ക് ഇനി ലോ ആൻഡ് ഓർഡർ പദവിയുള്ള DGPയായി ആര് വരും? കാരണം ദർബേഷ് സാഹിബിൻ്റെ കാലാവധി കഴിയുമ്പോൾ പകരം ആരാണ് എത്തുക എന്നതാണ്. സുരേഷ് രാജ് പുരോഹിത് അടക്കമുള്ള പലരും പട്ടികയിലുണ്ട്. നിലവിൽ ഉള്ള DGPമാരിൽ നിലവിൽ ദർബേഷ് സാഹിബിന് പുറമെ 3 പേരുണ്ട്. അതിൽ പത്മകുമാറാണ്. പത്മകുമാറിൻ്റെ കാലാവധി അപ്പോഴേക്കും കഴിയും. അതുകൊണ്ട് തന്നെ ഇനി പുതുതായി പ്രൊമോഷൻ ലഭിക്കുന്നവർക്ക് DGP ലോ ആൻഡ് ഓർഡർ പദവി ലഭിക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. റോഷിപാൽ, മറ്റൊരു കാര്യം, തൃശൂർ പൂരം അട്ടിമറിച്ചത് MR അജിത് കുമാർ എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുകയാണ്. ത്രിതല അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിച്ചത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായമായിരുന്നു. ഇപ്പോൾ സ്ഥാനക്കയറ്റം കൂടി നൽകുന്നതോടെ അക്കാര്യത്തിലും പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഭിന്നതയ്ക്ക് വഴിവെക്കില്ലേ ഇത്?
നിലവിൽ ഏതായാലും ഇക്കാര്യത്തിൽ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം മാത്രമാണ് വന്നിരിക്കുന്നത്. നിയമമന്ത്രി എന്ന നിലയിൽ പി രാജീവ് പറയുന്നത് മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് ഇങ്ങനെ സ്ക്രീനിംഗ് കമ്മിറ്റി ഒരു ശുപാർശ വരുന്നത്. ആ ശുപാർശ സ്വാഭാവികമായ നടപടിക്രമത്തിന്റെ ഭാഗമായി സർക്കാർ അത് അംഗീകരിച്ചു എന്നാണ്. നിലവിൽ ക്രിമിനൽ കേസുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമക്കുരുക്കുകളൊന്നും ഇതിനില്ല, പ്രത്യേകിച്ച് സ്ഥാനക്കയറ്റം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥാനക്കയറ്റം നൽകാനുള്ള ആ ഒരു ശുപാർശ അംഗീകരിക്കുന്നത് എന്ന വിശദീകരണമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും നിർണായകമാവുക പ്രതിപക്ഷത്തിൻ്റെ നിലപാട് തന്നെയായിരിക്കും. പ്രതിപക്ഷമാണ് എം.ആർ. അജിത് കുമാറിനെതിരെ ആദ്യഘട്ടം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് RSS നേതൃത്വവുമായി ബന്ധമുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS നേതാക്കളെ എം.ആർ. അജിത് കുമാർ നേരിട്ട് പോയി കണ്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ, BJPക്ക് വേണ്ടി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി തൃശ്ശൂർ പൂരം കലക്കി എന്നടക്കമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നിരവധി പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്, സർക്കാരിൻ്റെ ത്രിതല അന്വേഷണമാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. ഈ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാതെ എം.ആർ. അജിത് കുമാറിന് എന്തുകൊണ്ടാണ് സ്ഥാനക്കയറ്റം നൽകാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നത്? അല്ലെങ്കിൽ സർക്കാർ എന്തിനാണ് അംഗീകാരം നൽകിയത്? മന്ത്രിസഭ എന്തുകൊണ്ട് അത് അംഗീകാരം നൽകി? അതെന്തുകൊണ്ട് അത് തടഞ്ഞില്ല? ആ സ്ഥാനക്കയറ്റം തൽക്കാലത്തെങ്കിലും ആ തീരുമാനം മരവിപ്പിച്ചില്ല എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം സ്വാഭാവികമായും ഉയർത്തും. ഈ കാര്യത്തിൽ CPM നേതൃത്വം ഈ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഇനി ഏറ്റവും പ്രധാനം, അന്ന് LDFൽ CPI ആണ് ശക്തമായി ADGP എം.ആർ. അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ പദവിയിൽ നിന്നും മാറ്റാൻ അടക്കം നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ CPIയുടെ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം അന്ന് പരസ്യമായി പ്രതികരിച്ചതാണ്. കാരണം തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അവിടെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും പരസ്യമായി എം.ആർ. അജിത് കുമാറിനെതിരെ നിലപാടെടുത്ത LDFലെ നേതാവാണ്. അതുകൊണ്ട് CPI ഈ പ്രൊമോഷൻ നൽകുമ്പോൾ, സ്ഥാനക്കയറ്റം എം.ആർ. അജിത് കുമാർ നൽകുമ്പോൾ അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടോ എന്ന് നോക്കേണ്ടി വരും. പക്ഷേ CPIയുടെ മന്ത്രിമാരടക്കം അനുകൂലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നത്തെ ക്യാബിനറ്റ് ഈ ഒരു ശുപാർശയ്ക്ക്, സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് അംഗീകാരം നൽകിയത്. ഓക്കെ, ADGP എം.ആർ. അജിത് കുമാറിനാണ് DGPയെ സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും CPI അടക്കമുള്ള അവരുടെ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ നേതാക്കളുടെ പ്രതികരണമുണ്ടാകും. ROഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.